ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ന് നമ്മൾ സൺഡേ ആണ് കേട്ടോ. സൺഡേ ഹോളിഡേ ആണ് നമ്മളെ സംബന്ധിച്ച്. അപ്പൊ ഞാൻ നന്നായിട്ട് ഉറങ്ങി ഒരു 7 മണി 7:15 ആയിട്ട് എണീറ്റപ്പോ ഇന്ന് സൺഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ക്ലീനിങ് ഡേയും പിന്നെ വൈകുന്നേരം ഫുഡ് ഡേയും ആണ് കേട്ടോ. ഇപ്പം അശ്വിൻ കൊച്ചു ജോലിക്ക് പോകാൻ തുടങ്ങി. പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്നും പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ട്. അപ്പൊ സൺഡേ മാത്രമാണ് അവൻ അവധി. അപ്പൊ സൺഡേ നമ്മളിപ്പോ ഫുഡ് ഡേ ആയിട്ടാണ് കണക്കാക്കിയേക്കുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര ഉത്സാഹമാണ് കേട്ടോ. നമുക്ക് ജോലികളെല്ലാം തീർക്കാൻ ഇന്ന് പുറത്ത് പോകുന്ന ദിവസമാണല്ലോ, ഫുഡ് കഴിക്കാൻ വേണ്ടി പോണ ദിവസമാണല്ലോ. എന്തൊക്കെയാണെങ്കിലും പുറത്ത് ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു വീക്ക്നെസ് ആണ്. അങ്ങനെ ഇവര് തമ്മിൽ ശത്രുതയാണെങ്കിലും കൂട്ടിരിക്കാൻ ഒരാളായിട്ടോ എന്തായാലും പക്ഷി കുഞ്ഞിന് ഞാൻ കുറച്ചു നേരമൊക്കെ പുറത്ത് പോകുമ്പോൾ ഇതുപോലെ കൂട്ടിലേക്ക് ഇടും. അപ്പൊ ഭയങ്കര മനസ്സിലായിരിക്കും കേട്ടോ എന്നെ കണ്ടില്ലേ. പക്ഷെ മിലോ നോക്കിയിരിക്കുകയാണെങ്കിൽ കുറച്ചു നേരം മിലോയ്ക്കെതിരെ എന്തൊക്കെ ആസൂത്രണം ചെയ്യാന്നുള്ള മട്ടില് രാവിലെ എണീക്കുമ്പോൾ ഇത് കളരി പ്രാക്ടീസും യുദ്ധം പ്രാക്ടീസും ഒക്കെയാണ് കേട്ടോ. അങ്ങനെയാണ് ഇത് കണ്ടോ, ഇതൊക്കെ പ്രാക്ടീസിന്റെ ഭാഗം കേട്ടോ. ഇങ്ങനെ കൊത്തണം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യാണ് കേട്ടോ. ഭയങ്കര സാധനം ഇട്ടു കേട്ടോ. അങ്ങനെ പകല് ഞാൻ ക്ലീനിങ് എല്ലാം ചെയ്തു, കുറച്ച് ചെടികളൊക്കെ നട്ടു. അങ്ങനെ ഇതിപ്പം 5 മണി ഏകദേശം ആയിട്ടോ. 5 മണിയായപ്പോ നമ്മൾ തീരുമാനിച്ചു ഓക്കെ പോകാൻ, നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ്. അപ്പം നമുക്ക് അറിയത്തില്ലായിരുന്നു, ഇതിപ്പോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് അറിയത്തില്ലായിരുന്നു അവിടെ വിളിച്ച് ബുക്ക് ചെയ്യണമെന്നോ അല്ലെങ്കിൽ പ്രീ ബുക്കിംഗ് ഉണ്ടെന്നൊക്കെ. 500 സീറ്റ് ഉള്ളത് നമുക്ക് റമദാൻ ഫുഡാണ്, ബൊഫേ ആണ്. അത് ഓൾറെഡി സീറ്റ് ഫുൾ ആയി പോയിട്ടോ. അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാട്ടോ. അത്രയും കൊതിച്ച് ഞാനിന്ന് റമദാൻ ഫുഡൊക്കെ നോമ്പ് തുറ വിഭവങ്ങളൊക്കെ കഴിക്കാന്നൊക്കെ ഓർത്ത് നമ്മൾ പോയതാ. പക്ഷെ അത് പൊലിഞ്ഞു പോയിട്ടോ നമ്മുടെ ആഗ്രഹം. അപ്പൊ അതെന്തായാലും ഇനിയിപ്പോ അടുത്ത ആഴ്ച അല്ലെങ്കിൽ വേറെ ഒരാഴ്ച നോമ്പ് കഴിയുന്നതിന് മുമ്പ് നമ്മൾ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് നമുക്ക് ബുക്ക് ചെയ്തിട്ട് പോകണം. അങ്ങനെയാണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനെ പ്രീ ബുക്കിംഗ് ഓൾറെഡി 500 സീറ്റ് ഫുള്ളാണ്. അവർക്ക് താഴെ പാർട്ടി ഹാൾ ഉണ്ട്, അവിടെയാണ് ബൊഫെ, അത് ഫുള്ളാണ്. പിന്നെ റെസ്റ്റോറന്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ലൈവ്, ഇതിപ്പോ ഞാൻ ലൈവ് കൗണ്ടറിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ലൈവ് കൗണ്ടറിൽ ഫുഡ് ഉണ്ട്. അത് വൈകുന്നേരം 6 മണി മുതൽ നോമ്പ് തുറ കഴിയുമ്പോൾ മുതൽ ഇങ്ങനെ ഫുഡ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് തിരിച്ച് എന്തായാലും കോപ്പർ കിച്ചണിലേക്ക് തന്നെ വരാൻ ഓർത്ത് നമ്മൾ എപ്പോഴും വരുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പൊ ഒന്നെങ്കിൽ റെസ്റ്റോറന്റിൽ നിന്ന് കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ലൈവ് കൗണ്ടറിൽ നിന്ന് ഇതുപോലെ കഴിക്കാം എന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ നേരെ ടൗണിലേക്ക് പോയിട്ടോ. ഇപ്പൊ നോമ്പ് ടൈം ആയതുകൊണ്ട് ടൗണിലൊന്നും അത്ര വലിയ തിരക്കില്ല കേട്ടോ. 6 മണി കഴിഞ്ഞ് നോമ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അപ്പൊ അവൻ ഇവിടുന്ന് ശരിയാക്കാൻ വേണ്ടി വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. ടൗണിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ അതിന്റെ ഇടയ്ക്ക് മേടിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് വീണ്ടും 6 മണി നോമ്പ് തുറ ആയപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നെ വന്നു കേട്ടോ. വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ സ്ഥലമേ ഇല്ലായിരുന്നു. എന്നിട്ട് അവൻ കൊണ്ടുപോയി വണ്ടി ദൂരെ റോട്ടിലൊക്കെ ഫുള്ള് കാറായിരുന്നു കേട്ടോ. താഴെ ഇവർക്ക് വലിയ പിന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അത് ഫുള്ള് ഇവിടെ ഫുള്ള് ഒരു രക്ഷയില്ല. അപ്പൊ പിന്നെ നമ്മൾ വഴിക്ക് കൊണ്ടിട്ട് കുറെ ദൂരെ, എന്നിട്ട് വശം വെച്ച് ഇങ്ങോട്ട് നടന്നു വന്നു. അങ്ങനെയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായിട്ട് ഇവിടെ എന്തായാലും നമുക്ക് റെസ്റ്റോറന്റ് ഉള്ളിൽ തന്നെ ഇന്ന് നമുക്ക് ഫുഡ് കിട്ടുമോ എന്നുള്ളതായിരുന്നു. എന്തായാലും ലൈവ് കൗണ്ടറിൽ നമുക്ക് ഫുഡ് ഉണ്ടാവുമെന്ന് ഉറപ്പാ. അപ്പൊ എന്തായാലും ഇങ്ങോട്ടേക്ക് വന്നു. പിന്നെ കൽപ്പറ്റ പുതിയ 2 ബൈപ്പാസിൽ 2 റെസ്റ്റോറന്റ് കൂടി പുതിയ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓരോ ഞായറാഴ്ച അങ്ങനെ പ്ലാൻ ഇട്ടേക്കുമായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഫുഡ് മീൻസ് നമുക്ക് ബൊഫേ പ്രീ ബുക്കിംഗ് ആയതുകൊണ്ട് നമുക്ക് അത് മിസ്സിംഗ് ആയതുകൊണ്ട് എനിക്ക് അതും പ്ലാൻ ഉണ്ട് ഇനിയിപ്പോ ഏതെങ്കിലും ഒരു സൺഡേ. അങ്ങനെ നമ്മൾ ലൈവ് കൗണ്ടറിലേക്ക് വന്നു. അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ്, എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റും കാര്യങ്ങളും, പിന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് എല്ലാവരും കൂടി ഉണ്ടല്ലോ. അങ്ങനെ അപ്പൊ ഞാൻ കുറെ ആലോചിച്ചു, ഉള്ളിൽ നിന്ന് കഴിക്കണോ അതെയോ ഇവിടുന്ന് ലൈവ് കൗണ്ടറിൽ നിന്ന് കഴിക്കണോ എന്ന്. പിന്നെ ഞാൻ ഓർത്ത് ഓക്കെ ലൈവ് കൗണ്ടറിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം, നമുക്ക് ലൈവ് കൗണ്ടറിൽ നിന്ന് തന്നെ കഴിക്കാം എന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ അവിടെ നമ്മൾ പേ ചെയ്യുക ഓരോന്നും, പിന്നെ നമുക്ക് വേണ്ട സെലക്ട് ചെയ്യുക, പേ ചെയ്യുക, പിന്നെ അതുമായിട്ട് അവര് നമുക്ക് എടുത്തു തരും. ആ രീതിയാണ്. നമുക്ക് ഒന്നുകിൽ അവിടെ നിന്നിട്ട് കഴിക്കാം, അല്ലെങ്കിൽ തൊട്ട് മുകളിൽ സ്ഥലമുണ്ട്, സ്റ്റെപ്പ് കയറിയിട്ടുണ്ട്. റെസ്റ്റോറന്റിന്റെ ഉള്ളിലല്ല, അല്ലാതെ തന്നെ അവർക്ക് അല്ലാത്തൊരു ഏരിയ ഉണ്ട്, അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കുകയും ചെയ്യാം കേട്ടോ. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ ഡയറക്റ്റ് ഇതുപോലെ ബുക്ക് ചെയ്ത് ലൈവായിട്ട് കഴിക്കുമ്പോൾ ഏതൊക്കെ എടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. എല്ലാം കൂടി കഴിക്കാനുള്ള വയറില്ല. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി ഫുഡ് കാണുമ്പോൾ തന്നെ എന്റെ വയറ് നിറയും. പിന്നെ എന്തെങ്കിലും 1-2 ഐറ്റംസ് കഴിക്കുമ്പോഴത്തേക്കും പിന്നെ എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. അപ്പൊ എവിടെ പോയി ഇപ്പൊ ബൊഫേയിലൊക്കെ പോയാലും എനിക്കത് ഭയങ്കര നഷ്ടം കേട്ടോ. ഇവരാരും കഴിക്കുമ്പോൾ, എന്റെ കൂടെ വരുന്നവരാരും കഴിക്കുമ്പോഴും ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. ആകെ 1-2-3 ഐറ്റംസ് കഴിക്കുമ്പോഴത്തേക്കും എന്റെ വയറ് കംപ്ലീറ്റ് ആവും കേട്ടോ. അശ്വകൊച്ചൊക്കെ പിന്നെ നല്ല തട്ടുന്ന കേട്ടോ. അഞ്ചു ഫാമിലിയൊക്കെ വന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്കും അഞ്ചുവിനും ഒത്തിരി കഴിക്കാൻ പറ്റത്തില്ല, ബാക്കി എല്ലാവരും ഒക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അപ്പൊ എനിക്കാണെങ്കിൽ ഒട്ടും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. ആദ്യം തന്നെ എന്തെങ്കിലുമൊക്കെ വാരി വലിച്ച് ഞാൻ അത് ആദ്യം കഴിക്കുമ്പോൾ തന്നെ വയറ് കംപ്ലീറ്റ് ആവും. അങ്ങനെയാണ്. എന്നാലും നമ്മൾ ആരോ ചിക്കനും അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ പിന്നെ വെറൈറ്റി ആയിട്ട് തോന്നിയതൊക്കെ നമ്മൾ അത് കരിദോശ എന്ന് പറഞ്ഞ മൈസൂർ കരിദോശ എന്ന് പറഞ്ഞ അത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. മുട്ടയൊക്കെ ഇട്ടിട്ട് അതിന്റെ കൂടെ ബീഫോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു വെറൈറ്റി ഐറ്റംസ് ഇത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെയൊക്കെ അങ്ങനെ ആരോ ചിക്കനും കുഴപ്പമില്ലായിരുന്നു. എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. നല്ല അവര് തരുന്ന സാലഡുകൾക്കും അതുപോലെ ചട്നിക്കും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. എന്നും ഇവിടെ ഭയങ്കര തിരക്കാന്ന് കേട്ടിരുന്നു കേട്ടോ.
അങ്ങനെ ശരിയാണ് കേട്ടോ, ഭയങ്കര തിരക്കും കാര്യങ്ങളും. പക്ഷെ ഇവിടെ എത്ര ടൈം ആണെങ്കിലും എത്ര ഫുഡ് വേണേലും കിട്ടും. അല്ലാതെ ബൊഫെ മാത്രമാണ് 500 സീറ്റും പ്രീ ബുക്കിംഗ് ഉള്ളത്. അത് സൺഡേ ആകുമ്പോൾ എസ്പെഷ്യലി അത് ഫില്ലായി പോകും. അങ്ങനെ നേരത്തെ തന്നെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യണമായിരുന്നു. അങ്ങനെ ഇങ്ങനെ ലൈവായിട്ട് കുക്ക് ചെയ്യണ കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കണം തോന്നും. അങ്ങനെയല്ലേ, ഒരു ഭയങ്കര ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് അതായത്. അപ്പൊ ഇവിടെ ഇരുന്നതാ ഒരേ കുട്ടികളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാ വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് റീൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് നോക്കി നിന്ന് ബാക്കി ഓരോ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ എന്തായാലും അച്ഛനോട് പറഞ്ഞു ഒന്നിച്ച് കുറെ ഐറ്റംസ് എടുക്കണ്ട, നമുക്ക് ആദ്യം 1-2 ഐറ്റംസ് ഒക്കെ നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ആ ഒരു രീതിയിൽ നമുക്ക് ഫുഡ് കഴിച്ചാൽ മതി. ഇതാണ് നമ്മുടെ കോപ്പർ കിച്ചന്റെ ഇൻസൈഡ് ഫുള്ള് തിരക്കായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ ഇവരുടെ പാർട്ടി ഹാളാണ് താഴെയുള്ള, അവിടെയായിരുന്നു ബൊഫെ, അവിടെ ഫുള്ളാണ്. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന കേട്ടോ, കൽപ്പറ്റ വരുമ്പോൾ. ഇതും ഹോളിഡേയ്സ് ഒക്കെയാണ് നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്ന റെസ്റ്റോറന്റ്. പൊതുവേ ഇവിടെ നല്ല ഫുഡാണ്, നല്ല അളവുകൊണ്ട് നല്ല ഫുഡാണ്. നമ്മൾ കൊടുക്കുന്ന പൈസ നമുക്ക് വർത്താണ്, അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. അങ്ങനെ എന്തായാലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, 6 മണി 6:15 ആയിട്ടുള്ളൂ, അപ്പോഴത്തേക്കും തന്നെ ഇത്രയും തിരക്കായിട്ട്. അപ്പൊ ഇവിടെ രാത്രി വരെ ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് തോന്നിയിട്ടോ. അങ്ങനെ എന്തായാലും കുറെ ഐറ്റംസ് കഴിക്കും, പോയി കൈവാഷ് ചെയ്യും, വീണ്ടും വരും, പിന്നെയും കഴിക്കും. ഇത് തന്നെയായിരുന്നു കേട്ടോ. കഴിച്ച് എന്റെ കൊങ്ങ വരെ കഴിച്ചു എന്ന് പറയാം. അതേപോലെ പറയില്ല, നാട്ടുഭാഷ പറിച്ചിട്ട് അതേപോലെ ഞാൻ കഴിച്ചു കേട്ടോ. എന്തായാലും എന്നാലും എനിക്കധികം കഴിക്കാൻ പറ്റിയില്ല. നമ്മള് പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാത്ത വേറെ കുറെ ഐറ്റംസ് ഇനിയുണ്ട്. കുറെ കൗണ്ടറിലേക്ക് നമുക്ക് എത്താനേ പറ്റുന്നില്ല, കാരണം അത്രയും നമുക്ക് വയറ് നിറഞ്ഞു. അങ്ങനെയൊക്കെയായിരുന്നു. കുലുക്കി സർബത്തൊക്കെ കഴിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പ് ഞാൻ 1-2 ജ്യൂസുകളും ഷെയ്ക്കും ഒക്കെ കഴിച്ചു പോയതുകൊണ്ട് എനിക്ക് പിന്നെ അത് കഴിക്കാനേ പറ്റുന്നില്ല. ഇത് ഭയങ്കര തിരക്കുള്ള കൗണ്ടറാണ് കുലുക്കി സർബത്ത്. ആ പയ്യന്റെ മേക്കിംഗ് ആണ് ഏറ്റവും രസമായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഞാനത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയില്ല. അല്ലെങ്കിൽ ഈ അടപ്പിങ്ങനെ എന്താ പറയാ, അവൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തെറിച്ചു പോകും കേട്ടോ. നല്ല രസമാണ് അത് കാണാൻ. അങ്ങനെ ഈ കുലുക്കി സർബത്തൊന്നും കഴിക്കാനുള്ള വയറില്ലാതെ ആയിപ്പോയിട്ടോ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും. എന്തായാലും കഴിച്ച ഫുഡെല്ലാം നല്ല ടേസ്റ്റും കാര്യങ്ങളുമായിരുന്നു. നിങ്ങളാരെങ്കിലും വയനാട്ടുകാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ. നല്ല അടിപൊളി ഫുഡും നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്ക് പിന്നെ ഇങ്ങനെ ഒത്തിരി ആളുകളൊക്കെ ഉള്ളിടത്ത് ഇങ്ങനെ പോയി ഫുഡ് കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യും. ഫുഡൊക്കെ എന്താ ഫ്രഷ് ആയിട്ട് കിട്ടുമെന്നൊരു ഫീൽ നമുക്ക് ഉണ്ടാവും. പിന്നെ നല്ല രസമല്ലേ, ഭയങ്കര പോസിറ്റീവ് വൈബ് അല്ലേ എല്ലാവരും. ഫുഡൊക്കെ കഴിക്കാൻ വരിക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഹാപ്പി മൂഡിലുള്ളപ്പോഴല്ലേ നമ്മൾ പോകത്തുള്ളൂ. സങ്കടപ്പെട്ട് വീട്ടിലിരിക്കുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങത്തില്ലല്ലോ. അങ്ങനെ മോമോസ് ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതെന്തോ ബട്ടർ സംതിങ് കൂട്ടിയിട്ട് ഒരു പേരൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അങ്ങനെ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ജ്യൂസുകളും ഷെയ്ക്കുകളും ഒക്കെ നല്ലായിരുന്നു. എല്ലാത്തിനും ഭയങ്കര വെറൈറ്റി അറേബ്യൻ സംതിങ് അങ്ങനെയൊക്കെ പേരാണ് ഇട്ടേക്കുന്നത്. അതൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ അപ്പൊ നമ്മൾ ഒത്തിരി ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോ നമുക്ക് പതുക്കെ പോയാലോ എന്ന് ഓർത്തു. ഇത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല, കാരണം വയറിൽ സ്ഥലമില്ല. ഇത് ബീഫിന്റെ ഐറ്റംസ് ആണെന്ന് പറഞ്ഞു. വെറൈറ്റി ആയിട്ട് തോന്നി. ഞാൻ ഇന്ന് വരെ കഴിക്കാത്ത ഒരു സാധനമാണ്. പക്ഷെ അതെനിക്ക് ടേസ്റ്റ് ചെയ്യാനുള്ള വയറ് ബാക്കിയില്ല. അങ്ങനെ അപ്പൊ ഓർത്തു ഓക്കെ, ഇനി എപ്പോഴെങ്കിലും നോമ്പ് കഴിയുന്നതിന് മുമ്പ് വീണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ പറ്റിയ കഴിക്കാം, ഇല്ലെങ്കിൽ പോട്ടെ ഞാൻ ഓർത്തുട്ടോ, അടുത്ത വർഷം ആവട്ടെ എന്ന് ഓർത്തുട്ടോ. കണ്ടിട്ട് ഒരു സൂപ്പിന്റെ ഒക്കെ വേറൊരു ഐറ്റംസ് പോലെ ആരെങ്കിലും കഴിച്ചവരുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് പറയണോട്ടോ. അങ്ങനെ കുറെ കൗണ്ടറിലേക്ക് നമുക്ക് പോകാൻ പറ്റിയില്ല. മീൻസ് ഇതൊന്നും ഞാൻ കഴിച്ചില്ല, അതൊന്നും കഴിക്കാനുള്ള വയറില്ല. അങ്ങനെ എന്തായാലും വയറൊക്കെ ഫുള്ളായിട്ട് കഴിച്ച് ഇതിൽ തന്നെ പകുതി എണ്ണം ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ചിക്കൻ മാത്രമേ ഞാൻ ഇവിടുന്ന് ടേസ്റ്റ് ചെയ്തോളൂ, സ്ഥലമില്ല വയറിൽ. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് കാര്യമില്ല, അതെല്ലാം തണുത്ത് കഴിഞ്ഞാൽ അത് ചൂടോടെ തന്നെ ഇങ്ങനെ കഴിച്ചാലല്ലേ അതൊരു രസമുള്ളൂ. എന്നാലും ഭയങ്കര പോസിറ്റീവായി പറഞ്ഞു കൂട്ടുകാരെ. എന്താ നമുക്ക് നോമ്പുതുറ ബൊഫെ കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ കഴിച്ചു. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇനിയിപ്പോ തിരിച്ചു പോയേക്കാന്ന് ഓർത്തു. കുറെ ഫുഡൊക്കെ കഴിച്ചു. ഓൾറെഡി നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞായിരുന്നല്ലോ. അപ്പൊ നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ല, ആദ്യം ഇവിടെ വന്ന് പ്രീ ബുക്കിംഗ് ഇല്ല, ഫുള്ളായി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ടൗണിലേക്ക് പോയ സമയത്ത് ഇവിടെ ഈ ഉരുളുപൊട്ടലില് വീട് നഷ്ടപ്പെട്ടവർക്കെല്ലാം വീട് കൊടുക്കുന്ന ആ ഒരു ഉദ്ഘാടനം കഴിഞ്ഞായിരുന്നല്ലോ മുഖ്യമന്ത്രി വന്നിട്ട്. അപ്പൊ അവിടെ ഇന്ന് പോയി കണ്ടു നോക്കാം എന്ന് ഓർത്തേ നമ്മൾ. അങ്ങനെ നമ്മൾ ആ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാട്ടോ. നല്ല എന്താ പറയാ, അത് ഭയങ്കര പോസിറ്റീവ് മൈൻഡോടുകൂടി നമുക്ക് പോകാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാരണം അത്രയും നമ്മൾ ആ ദുരിതങ്ങളൊക്കെ കണ്ട. അപ്പൊ അവർക്ക് ഈ മഴക്കാലത്തിന് മുമ്പ് വീടായി എന്ന് പറയുന്നത് ഭയങ്കര ഗുഡ് എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി കേട്ടോ. നല്ല അത്യാവശ്യം നല്ല വീടും ഭംഗിയുള്ള ടൗണിൽ തന്നെയാണ് കേട്ടോ. ബൈപ്പാസ് ഇതാണ് ടൗണിലെ മെയിൻ സ്ഥലമാണ് ബൈപ്പാസ്. അവിടെയാണ് ഈ ഒരു ടൗൺഷിപ്പ് വന്നേക്കണം. വയനാട്ടിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ടൗൺഷിപ്പ് കേട്ടോ. അങ്ങനെ
വില്ലകളൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ പിന്നെ ഒരു ടൗൺഷിപ്പ് ആദ്യമായിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് തലേ ദിവസമായിരുന്നേ. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം മുതൽ അവിടെ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് അതിന്റെ എൻട്രൻസ് കേട്ടോ. അവിടെ ഒരു വലിയ റെസ്റ്റോറന്റ് കൂടി വരുന്നുണ്ട് ജൂബിലിയുടെ, അതൊക്കെ വരുന്നേ ഉള്ളൂ. അങ്ങനെ ഇവിടെ പണി കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല, എന്നാലും കുറെ വീടുകളുടെ പണി കുറെയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാലും അതിന്റെ പരിസരവും റോഡ് സൗകര്യങ്ങളും ഒക്കെ സ്റ്റിൽ പിന്നെ പണി കംപ്ലീറ്റ് ആവാനുണ്ട്. എന്നിട്ട് തന്നെ നല്ല ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എല്ലാം അത്യാവശ്യം സൗകര്യമുള്ള വീടുകളും നമ്മൾ അതിന്റെ ഉള്ളിലൊക്കെ കയറി നോക്കിട്ടോ. അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ എന്റെ ഒരു സംശയം, ഇതിൽ ഏത് വീട് നമുക്ക് ആദ്യത്തെ വീട് വേണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളത് ഞാനപ്പോ അച്ഛനോട് ചോദിച്ചു. പറഞ്ഞത് മുഖ്യമന്ത്രി വന്ന ദിവസം അങ്ങനെ ഞറുക്കിട്ടാണ് അങ്ങനെ സെലക്ട് ചെയ്തത്. അപ്പൊ ഓരോരുത്തർക്കും വീട് നഷ്ടപ്പെട്ടവർക്ക് ഒരേ വീടിന് ഒരേ നമ്പർ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് അങ്ങനെ നറുക്കിട്ടിട്ട് കിട്ടിയവർക്ക് ഏത് വീടാ അതനുസരിച്ചാന്ന് പറഞ്ഞ. അങ്ങനെ എന്തായാലും ഒരു നല്ല വഴി സൗകര്യങ്ങളും പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാളും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഒരു വീട്ടിൽ കയറി നോക്കാന്ന് ഓർത്ത് എന്തൊക്കെയാ അതിന്റെ സൗകര്യങ്ങൾ ഉള്ളിലുള്ളതെന്നുള്ളത്. അങ്ങനെ ഷൂ വരാതെ അതിനകത്ത് കയറിയതിന് ഞാൻ അച്ഛന് വഴക്കും പറഞ്ഞു കേട്ടോ. അങ്ങനെ അപ്പം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. ഒരു ഹാള്, 2 ബെഡ്റൂം, ഒരു ബാത്റൂം, കിച്ചൺ, പിന്നെ ഒരു സ്റ്റോർ റൂം, പിന്നെ കാർ പാർക്ക് ചെയ്യാൻ ഫ്രണ്ടിലൊരു ഏരിയ, ചെടിയൊക്കെ നടാൻ അത്യാവശ്യം ഒരു മിറ്റം, അങ്ങനെയൊക്കെ എല്ലാ സൗകര്യത്തോടും കൂടി ചെറിയൊരു വീട്. ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ചെയ്തേക്കുന്നൊക്കെ നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത പോലെയുണ്ട്. അങ്ങനെ കയറി വരുന്നിടത്ത് പിന്നെ അല്ലാതെ ഒരു ഹാളും അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലൊക്കെ. അപ്പൊ എല്ലാരും കയറി കാണുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഓരോ ഇത് കേട്ടോ. ഇങ്ങനെ ഇത് സ്ലാബുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോർ റൂം ഉണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ വയനാട്ടിൽ കാണുന്ന ഒരു ചെറിയ വീടിന്റെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 100-500 വീടോളം ഉണ്ടെന്ന് തോന്നുന്നു ആ ഒരു ഏരിയയിൽ തന്നെ. പിന്നെ കുറെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല. അതിന്റെ അപ്പുറം കണ്ടു. അത് പിന്നെ ഏതെങ്കിലും പിന്നെ സാമൂഹ്യ സംഘടനകൾ ചെയ്യുന്നതാണോ എന്നും സംശയമുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് കുറെ ഇതുപോലെ ടൗൺഷിപ്പ് പോലെ പണി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ വീടുകൾ കണ്ടു. അങ്ങനെ നമ്മൾ ടെറസിൽ കയറി. എല്ലാത്തിനും ടെറസും കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടേക്ക് കയറി നോക്കിയപ്പോ ചുറ്റോട് ചുറ്റും നമ്മുടെ കൽപ്പറ്റ ടൗണിന്റെ സെന്ററിലാണ് കേട്ടോ ഈ ഒരു ടൗൺഷിപ്പ് വന്നിരിക്കുന്നത്. അങ്ങനെ ചുറ്റോട് ചുറ്റും നല്ല കാടും മരങ്ങളും ആ ഒരു രീതിയിൽ തന്നെ ബൈപ്പാസിലാണ് ഈ ഒരു സെറ്റപ്പ് വന്നേക്കുന്നത് കേട്ടോ. എന്തായാലും നല്ല ഇത് കുറേ ഉണ്ട് നടന്നു കാണാൻ കേട്ടോ. ഒരു സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു. വണ്ടി പോകാനുള്ള സൗകര്യങ്ങളും എല്ലാം നല്ല വൈഡായിട്ട് തന്നെ കൊടുത്തേക്കുന്നുണ്ട്. അതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. മുറ്റവും ബാക്കി എല്ലാം ഇങ്ങനത്തെ ടൈലൊക്കെ വിരിക്കാനുള്ളതല്ല, അതൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. എന്നാലും കാണാൻ ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിപ്പോ എല്ലാം കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം വന്ന് നോക്കാന്ന് ഓർത്തു. അങ്ങനെ എന്തായാലും വയനാട്ടിൽ ആദ്യമായിട്ട് ഇങ്ങനെ ടൗൺഷിപ്പ് വരുന്നതുകൊണ്ട് എല്ലാവർക്കും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പിന്നെ ഇത് ഈ ഉരുളുപൊട്ടലിന് അങ്ങനെ കൊടുക്കുന്ന ആയതുകൊണ്ട് ഉരുളുപൊട്ടിയവർക്ക് അവർക്കുള്ള വീടുകളായതുകൊണ്ട് എല്ലാവർക്കും അത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും ഇങ്ങനെ വന്ന് കണ്ടതാണ്. ഇത്രയും പേര് ഞാനിവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനോർത്ത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ രീതിയിൽ. പിന്നെ ബൈപ്പാസിനോട് ചുറ്റി വലിയ ഒരു റോഡ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ ഇനി ബസ് സർവീസും തുടങ്ങുമെന്ന് കേട്ടു. അപ്പൊ അത് നല്ല സൗകര്യമായിട്ട് എനിക്ക് തോന്നിയിട്ട്, നല്ല ഭംഗിയായിട്ട് സൗകര്യമായിട്ട്. ഇനിയിപ്പോ ഇവിടെ കഴിയുമ്പോൾ നിറച്ച് ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെ വന്നു കഴിയുമ്പോൾ നല്ലൊരു വലിയൊരു ടൗൺ, കൽപ്പറ്റ ടൗണിന്റെ വേറൊരു പതിപ്പ് തന്നെ ഇങ്ങോട്ടേക്ക് ആകുമെന്ന് തോന്നി. അതിന്റെ ഓപ്പോസിറ്റ് അപ്പുറമൊക്കെ ഒത്തിരി ഇതുപോലെ ചെറിയ ചെറിയ ടൗൺഷിപ്പുകൾ വീണ്ടും കണ്ടു. അത് ഇതിന്റെ പാർട്ടാണോ അതെയോ വേറെ വല്ല സംഘടനകളും ചെയ്യുന്ന വീടുകളാണോ എന്നൊന്നും അറിയത്തില്ല. ആ രീതിയിൽ എന്തായാലും മനസ്സിന് ഭയങ്കര സന്തോഷമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ വീട് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് സ്വപ്നത്തിൽ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. അപ്പൊ അവരെ അനുഭവിച്ച ദുഃഖം എന്തോരം ഉണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് വീണ്ടും കയറി കിടക്കാൻ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ, വീടെന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരിക്കുമല്ലോ അവരെ സംബന്ധിച്ച്. അങ്ങനെയായിരുന്നു. അപ്പൊ ആ മുഖ്യമന്ത്രിയുടെ പരിപാടി ഭയങ്കര വിജയമായിരുന്നു. ഭയങ്കര ഒത്തിരി പേര് കരയോ അങ്ങനെയൊക്കെ സങ്കടപ്പെടുകയോ ഒക്കെ ചെയ്ത് അങ്ങനത്തെ കുറെ ന്യൂസിലൊക്കെ കുറെ വീഡിയോസ് ഒക്കെ വന്നിരുന്നു കേട്ടോ. അതൊക്കെ കണ്ടപ്പോ എനിക്ക് ഇവിടെ നിന്ന് കാണണം എന്നുണ്ടായിരുന്നേ, എന്താ എങ്ങനെയാന്നൊക്കെ. എന്തായാലും നിറയെ ആളുകൾ വരുന്നുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്. ഇങ്ങനെ ഇഷ്ടം പോലെ പേര് വരുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതൊരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ കുറെ സമയം ഇവിടെ ചെലവഴിച്ചായിരുന്നു കേട്ടോ. ഇതെല്ലാം കണ്ട് കുറെ ഉണ്ട് നടക്കാൻ. അങ്ങനെയാണ് ഇത്രയും 100-500 വീടുകളും കണ്ടില്ലേ. അപ്പൊ അത്രയും ദൂരം ഇങ്ങനെ നടന്നു വരിക എന്ന് പറയുന്നത് നല്ല ഇതായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ എന്തായാലും ഭയങ്കര പോസിറ്റിവിറ്റി ആയിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ അപ്പോഴത്തേക്ക് സമയം ഏകദേശം 6 മണി കഴിഞ്ഞ് നോമ്പ് തുറന്റെ സമയം ആയപ്പോഴാണ് നമ്മൾ നേരെ കോപ്പർ കിച്ചണിലേക്ക് പോയത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ച് കോപ്പർ കിച്ചണിൽ പോയി ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ തിരിച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതും കണ്ടിട്ട് നമ്മൾ നേരെ കോപ്പർ കിച്ചണിൽ പോയി അവിടുന്ന് ഫുഡ് കഴിച്ച്
നേരെ നമ്മൾ വീട്ടിലേക്ക് പോരുക ചെയ്തത്. എന്തായാലും ഭയങ്കര ഒരു ഗുഡ് സൺഡേ ആയിരുന്നു കേട്ടോ. ഓരോ സൺഡേ ഞാനിപ്പോ ഇങ്ങനെ നോക്കിയിരിക്കുവാണേ. അശ്വകൊച്ചിന് അവധി കിട്ടുന്ന ദിവസം ഇങ്ങനെ പുറത്തു പോകാനും പുതിയ പുതിയ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാനും കുറേ പുതിയ റെസ്റ്റോറന്റുകൾ കൽപ്പറ്റ ഭാഗത്തും ബത്തേരിയിലും വന്നിട്ടുണ്ട്. അതൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഈ സമയത്തൊന്നും പുതിയ സിനിമകൾ ഇറങ്ങാത്തതുകൊണ്ട് ഒന്നും എനിക്ക് മിസ്സായിട്ടില്ല. ഇനിയിപ്പം അടുത്ത മാസം കുറേ പുതിയ സിനിമ ഇറങ്ങുമെന്ന് അശ്വ പറഞ്ഞു. അപ്പൊ അതെല്ലാം ഇനിയിപ്പം നമുക്ക് സൺഡേ ആണ് ഇനി നമ്മുടെ ഹോളിഡേ. അപ്പൊ സൺഡേ മാത്രമാണ്. അതുപോലെ കൊറിയർ നമുക്ക് ബാക്കി എല്ലാ ദിവസവും നമ്മൾ കൊറിയർ വിടുന്നുണ്ട്. സൺഡേ മാത്രമാണ് നമുക്ക് പോസ്റ്റ് ഓഫീസ് ഇല്ലാത്തതുകൊണ്ട് അത് അവധി. പിന്നെ 2ാം ശനിയാഴ്ച അവധിയായിരിക്കും പോസ്റ്റ് ഓഫീസ്. അപ്പൊ അത് മാത്രമാണ് നമ്മളിപ്പോ എല്ലാം പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മുടെ കൊറിയർ വിടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന എന്റെ നമ്പർ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടോളൂ. വന്ന് നോക്കിയിട്ട് ഏതൊക്കെ പ്രൊഡക്റ്റ് ആണോ വേണ്ടത് അതൊക്കെ മേടിച്ചോളൂ കേട്ടോ. അപ്പൊ ഇത് വലിയൊരു കമ്മ്യൂണിറ്റി ഹാള്. അത് അങ്ങനെ എൻട്രൻസിന്റെ സ്ഥലത്ത് തന്നെ കണ്ടിട്ടോ. അങ്ങനെ എന്തായാലും ഭയങ്കര ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ കണ്ട്. ഭയങ്കര സന്തോഷം തോന്നി നമുക്ക്. അങ്ങനെ ഇത്രയും ഒരു സമാധാനമായിട്ട് അവർക്ക് ഇനി കിടക്കാമല്ലോ എന്ന് ഓർത്തു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് പിന്നെ തിരിച്ച് നമ്മള് ഇത് ഭയങ്കര ഫോറസ്റ്റ് ആണ്. എനിക്കിങ്ങനെ രാത്രി യാത്ര ഇഷ്ടമില്ലാത്ത ഫോറസ്റ്റ്. എന്റെ മനസ്സിൽ മുഴുവൻ ഇപ്പൊ ആനനെ കാണുവാനോ ആനപ്പ് റോട്ടി വന്ന് നിൽക്കുക അങ്ങനെയൊക്കെയുള്ള ഫിയർ ആണ്. ആക്ച്വലാണെങ്കിൽ കുറെ പേടിപ്പിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ രാത്രി യാത്ര ഒട്ടും പ്രോത്സാഹിപ്പിക്കത്തില്ല. എപ്പോഴാണെങ്കിലും പകലൊക്കെ പോയി ഫുഡ് കഴിച്ച് ഇതിപ്പോ ഇങ്ങനെ നോമ്പ് തുറയൊക്കെ ആയതുകൊണ്ട് ആ ഒരു സമയത്ത് നമ്മൾ പോയിന്നേ ഉള്ളൂ. അങ്ങനെ തിരിച്ച് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് എത്തി. അങ്ങനെ സമാധാനത്തോടെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഭയങ്കര ഒരു പോസിറ്റീവ് ഡേ ആയിരുന്നു കേട്ടോ. പകരം ഞാൻ കുറേ ക്ലീനിങ്ങും കാര്യങ്ങളും ആയിരുന്നെങ്കിലും വൈകുന്നേരം ഫുഡ് കഴിക്കാൻ പോകാമല്ലോ എന്നുള്ള സന്തോഷത്തിൽ ആ ഒരു എനർജിയിലായിരുന്നു ജോലിയെല്ലാം ചെയ്തത്. അങ്ങനെ നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് എത്തി. അപ്പൊ ശരി കൂട്ടുകാരെ, ഇതിങ്ങനെ വന്ന് നോക്കിയിരിക്കേ. നമ്മൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഉറക്കമായിരിക്കും. വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു, എവിടെ പോയേക്കും ആയിരുന്നു എന്നുള്ളൊരു അർത്ഥത്തിൽ വന്നിട്ട് ഒരു അക്ഷമ കാണിക്കലുണ്ട്. പിന്നെ വന്ന് നമ്മളൊന്ന് എടുക്കണം, ഒന്ന് മസാജ് ചെയ്യണം, അതിന് ഇച്ചിരി സ്പെഷ്യൽ ഫുഡ് കൊടുക്കണം, അതൊക്കെയാണ്. അപ്പൊ നമ്മൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. അന്ന് ചിക്കനും ബീഫൊക്കെ മേടിക്കാൻ വേണ്ടി, ഫിഷൊക്കെ മേടിക്കാൻ ഞാൻ ഇങ്ങനത്തെ ഒരു ഫ്രീസർ സെറ്റപ്പ് ഉള്ള ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ഉപകാരം. അപ്പൊ നമുക്ക് കാറിലൊന്നും സ്മെല്ലും ആവത്തില്ല. നമുക്ക് സാധനമൊക്കെ സൗകര്യത്തോടെ തൂക്കി പിടിച്ചു കൊണ്ടുവരും ചെയ്യാട്ടോ. 10 കിലോയോളം അതിനകത്ത് കൊള്ളൂട്ടോ. അങ്ങനെയാണ് സാധാരണ എല്ലാ ഷോപ്പുകളിലും ഉണ്ടല്ലോ. അത് ഭയങ്കര സൗകര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ അതിന്റെ സ്മെല്ല് കിട്ടിയിട്ട് അങ്ങനെ നോക്കുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു സമാധാനത്തോടെ. നമ്മളൊന്ന് കുളിച്ചു. പിന്നെ ഇനി എനിക്ക് ഇന്നൊന്നും പ്ലാനില്ല കേട്ടോ. ഫുഡ് കഴിച്ച് കൊങ്ങ വരെ ഫുഡാ. അപ്പൊ ആ രീതിയിൽ ഇനിയിപ്പോ കിടന്നുറങ്ങണം. ഇനിയിപ്പം അടുത്ത നാളത്തെ ദിവസം നമുക്ക് കൊറിയറൊക്കെ വിടാനുണ്ട്. അതിന്റെ സ്ലിപ്പൊക്കെ ഞാൻ ഓൾറെഡി അച്ഛന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ നാളെയാണ് നമുക്ക്. പിന്നെ ഞാൻ വന്നിട്ട് എല്ലാം ഒന്ന് നമ്മളെടുത്ത വീഡിയോയും ഇതൊക്കെ ഒന്ന് ഇട്ട് നോക്കി സന്തോഷത്തോടെ അന്നത്തെ ദിവസം കിടന്നുറങ്ങി. അങ്ങനെയാണ് കൂട്ടുകാരെ. അപ്പൊ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എന്തെങ്കിലും പ്രൊഡക്റ്റ് വേണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പോലെ ലൈക്ക് ഷെയർ കമന്റ് മറക്കല്ലേ പ്ലീസ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.